ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജവാന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. വ്യാഴാഴ്ച രാവിലെ പൊതുദർശനത്തിനു ശേഷം സൈനിക ബഹുമതികളോടെ ചേലിയയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജവാൻ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് സ്വദേശി ചേലിയ അടിയുള്ളൂർ മേത്തിൽ സുബിനേഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. ചേലിയയിലെ മുത്തുബസറിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം രാവിലെ 6 മണിക്ക് കെ ദാസൻ MLA, ജില്ലാ കളക്ടർ N പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാവിലെ 6:30ഓടെയാണ് കോരപ്പുഴ പാലം പരിസരത്തെത്തിയത്. തുടർന്ന് സൈനിക വാഹനത്തിൽ മൃതദേഹം സ്വീകരിച്ച് ചെങ്ങോട്ടുകാവ് വഴി ചേലിയയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. അതിനിടയിൽ സുബിനേഷ് പഠിച്ച തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പൊയിൽക്കാവ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ NCC വോളണ്ടിയർമാർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും അഭിവാദ്യം ചെയ്യാനായി തിരുവങ്ങൂരും പൊയിൽക്കാവിലും അല്പസമയം അനുവദിച്ചു. രാവിലെ 7 മണി മുതൽ 9 മണി വരെ ചേലിയ മുത്തുബസാറിൽ പൊതുദർശനത്തിന് വെച്ചു. വീടിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാവിലെ 10 മണിക്ക് സൈനിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ബുധനാഴ്ച രാത്രി നെടുമ്പാശ്ശേരിയിലെത്തിയ മൃതദേഹം നാവികസേനയുടെ ആംബുലൻസിലാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത്. നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച തീവ്രവാദികളുമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിലാണ് സുബിനേഷ് കൊല്ലപ്പെട്ടത്. കൊയിലാണ്ടി ചേലിയ അടിയുള്ളൂർ മേത്തിൽ കുഞ്ഞിരാമന്റെയും ശോഭനയുടെയും മകനാണ്. മദ്രാസ് റെജിമെന്റിൽ ശിപായിയായിരുന്നു. സൈന്യത്തിൽ ചേർന്നിട്ട് 8 വർഷത്തോളമായി. ഈ വരുന്ന ഡിസംബർ 20-ന് വിവാഹം നിശ്ചയിച്ചതായിരുന്നു. രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിൽ സൈന്യം പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. വെടിയേറ്റ സുബിനേഷിനെ ഉടൻ സൈനികാശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.